ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ തേജുവിന് സ്കൂളിലോട്ടാക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. അപ്പോൾ ചെറിയൊരു റൈഡ് നടത്തിയിട്ട് രാവിലത്തെ ഒരു കുഞ്ഞു വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. ഹായ് തേജു വാ. വണ്ടി ഒന്ന് കഴുകണം, മൊത്തം പൊടിയായിരിക്കുക. ശരി കയറിക്കോ. ഓക്കെ, അപ്പോൾ നമുക്ക് പോയിട്ട് വരാം. ഇവിടുന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ തേജുവിൻ്റെ സ്കൂളിലേക്ക്. തേജുവിന് നമുക്ക് കഴിക്കാനായിട്ട് ടിഫിൻ എന്തെങ്കിലും മേടിക്കണം. അത് ഈ കടയിൽ നിന്ന് മേടിക്കുന്നത്. ചാവ് അറഞ്ചീനി ദിയച്ചി, ഇതാണ് തേജുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ഡിഷാണ് അറഞ്ചീനി. കൊക്കി പിടിക്കുന്നത് മാത്രമേ ഉള്ളൂ. പറഞ്ഞല്ലേ അതിനകത്ത് കിട്ടും. ഇത് നമ്മുടെ വീടിനടുത്തുള്ള ഒരു കുഞ്ഞു ടൗണാണ്. ഏറ്റവും കൂടുതൽ മലയാളികളൊക്കെ വന്ന് ഇരിക്കുന്ന പാർക്കും കാര്യങ്ങളൊക്കെ തൊട്ടടുത്തുണ്ട്. നല്ല രസമാണ്. നമ്മുടെ നാട് പോലെ തന്നെയാണ് ഈ ഒരു ചെറിയൊരു പട്ടണം. ഇവിടുത്തെ സ്ഥലത്തിൻ്റെ പേര് പാത്തി എന്നാണ്. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. സിച്ചിലിയ എന്നാണ് ഇവിടെ മൊത്തത്തിൽ പറയുന്നത്. ഇവിടുന്ന് ഇനി ഇവിടെ ഏകദേശം ഒരു 200-250 മീറ്റർ ഉള്ളൂ തേജുവിൻ്റെ സ്കൂളിലേക്ക്. പെട്ടെന്ന് വേറെ വഴിയുണ്ട്, നടന്നു പോകാനായിട്ട് പെട്ടെന്നുള്ള വഴിയുണ്ട്. നമ്മളിപ്പോൾ വണ്ടിയെ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ കറങ്ങി വരുന്നത്. ഉടനെ തന്നെ ഒരു അറഞ്ചീനി എടുത്ത് കഴിച്ചേക്കും. അവർ രാവിലെ തന്നെ നമ്മൾ ഈ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ തന്നെ ഒരു അറഞ്ചീനി കിട്ടണം. ബാക്കിയെല്ലാം ബോക്സിനകത്താക്കി കൊണ്ടുപോകും. തേജുവിൻ്റെ സ്കൂൾ എത്തിയിട്ടുണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് തേജുവിൻ്റെ സ്കൂൾ. ഇറങ്ങിക്കോ, ഞാൻ വണ്ടി അപ്പം. തേജു ചാവോ ചാവോ ചെല്. സ്കൂളിൽ പോകുന്നില്ല. അതാ പോടാ, കൂടി പോകും. ചെല്ലടാ. അമ്മ നീ പോകുന്നു. അമ്മയും കൂടെ സ്കൂളിലോട്ട് പോയി. അവൻ്റെ ടീച്ചർ നമ്മൾ തേജുവിനെ സ്കൂളിലാക്കിയിട്ടുണ്ട്. പുറകെ കാണുന്ന തേജുവിൻ്റെ സ്കൂൾ. ഓക്കെ, നമുക്കിപ്പോൾ ജസ്റ്റ് ഒന്ന് ഒരു മോർണിംഗ് റൈഡ് നടത്തിയിട്ട് വരാം. ചെറിയൊരു ഷോപ്പിംഗ് ഉണ്ട്. നമുക്ക് ജസ്റ്റ് വഴിയൊക്കെ ഒന്ന് കാണിച്ച് പോവാം. ഓക്കെ, റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ഇവിടുത്തെ ആശുപത്രിയാണ്. വലിയൊരു ആശുപത്രിയാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലാണിത്.
ഉണ്ട്. അവിടെ നിന്നാണ് നമ്മുടെ മലയാളികളെല്ലാം ജോലിക്കൊക്കെ കയറി പോകുന്നത്. കാണിച്ചു തരുന്നത് കുറച്ച് ദൂരമുണ്ട്. നമ്മളുടെ മേളത്തെ ടൗണിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. ഒരു 1.5-2 കിലോമീറ്റർ ഉണ്ട്. രാവിലത്തെ തിരക്കെല്ലാം കഴിഞ്ഞ് അത്യാവശ്യം എല്ലാവരും ജോലിക്കൊക്കെ പോകാനുള്ളവരൊക്കെ പോയി. റോഡൊക്കെ അത്യാവശ്യം ചുരുങ്ങിയാണ്. കാരണം ഇവിടെ രാവിലെ 8 മണിയാകുമ്പോൾ 8 മണി മുതൽ നല്ല തിരക്ക്. 8 മണി മുതൽ ഒരു 9 മണി വരെ മാക്സിമം തിരക്കാണ്. എല്ലാവരും ജോലിക്ക് പോകാനുള്ള തിരക്കും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും. ഇപ്പം ഈ വഴിയാണ് നമുക്ക് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്നത്. നേരെ കാണുന്നതാണ് റെയിൽവേ സ്റ്റേഷൻ. ഇതാണ് നമ്മുടെ ഇവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ. ഏറ്റവും കൂടുതൽ മലയാളികൾ ജോലിക്ക് പോകാനും വരാനും ഒക്കെ ആശ്രയിക്കുന്ന ഒരു റെയിൽവേ സ്റ്റേഷനാണ്. പാത്തി എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര്. ഓക്കെ, അപ്പോൾ നമുക്ക് പോകാം. ഇറങ്ങുന്നില്ല, ജസ്റ്റ് നിങ്ങളൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. ഓക്കെ, എഴുതിയിരിക്കുന്നു പാത്തി, സെൻറ്റ് പീറോ പാത്തി എന്നാണ് ഈ സ്റ്റേഷൻ്റെ പേര് കേട്ടോ. ബാക്കി കട്ട് ചെയ്യാം. ഇപ്പം വഴിയോരത്ത് മറ്റേ ചിലേജ് ഷോപ്പുകളൊക്കെ ഉണ്ട്. ചിലേജ് അടിപൊളി ടേസ്റ്റ് ചിലേജ്. നമുക്കൊന്ന് നോക്കാവേ. ഇവിടുത്തെ അടിപൊളി ഒരു ഫ്രൂട്ടാണ് ചിലേജി എന്ന് പറയുന്നത്. നമുക്ക് അതൊന്ന് നോക്കാം. അടിപൊളി കളറാണത്. അടിപൊളി ടേസ്റ്റ്, നല്ല മധുരമാണ്. ഒരു കിലോയ്ക്ക് 5 രൂപയാണ്. നമുക്ക് എന്തായാലും 1 കിലോ വേണം. നല്ല കളർ. ഇങ്ങനെ ബോക്സിലാക്കിയും വെച്ചിട്ടുണ്ട്. അല്ലാതെ നമുക്ക് സെപ്പറേറ്റ് വേണമെങ്കിൽ കിലോ ആക്കി തൂക്കിയും തരും കേട്ടോ. നമ്മൾ വീഡിയോ പിടിക്കാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര സന്തോഷം. ഇത് മൽബറിയാണ് കേട്ടോ. നമ്മുടെ നാട്ടിൽ ഇഷ്ടം പോലെ ഉള്ളതാണ്. വൈറ്റ് കളർ. 1 കിലോ. സ്ട്രോബെറി ഉണ്ട്. പേസ്ക എന്ന് പറയും ഈ ഫ്രൂട്ട്. പീച്ച്. പിന്നെ പേരയുണ്ട്. നമ്മുടെ നാട്ടിൽ പേരയൊന്നുമല്ലേ നമ്മുടെ നാട്ടിൽ? അല്ല, പീർ അല്ലേ? ഓക്കെ, basta. Ciao.
ഇവിടെ ഒരു ചൈനീസ് ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ചെറിയൊരു പർച്ചേസ് ഉണ്ട്. ജോസ്മി ഇറ്റാലിയൻ ക്ലാസ് ഒക്കെ എടുക്കുന്നുണ്ട് ഇപ്പോൾ ചെറുതായിട്ട്. അപ്പോൾ അവിടെ അതിന് വേണ്ടി ഒരു ബോർഡും കൂടെ മേടിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇറങ്ങിയത്. ഓക്കെ, അകത്തെ വീഡിയോ പിടിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല, മൊത്തം റെസ്ട്രിക്ഷൻ. എല്ലാവർക്കും അകത്ത് വീഡിയോ പിടിക്കുന്നത് ഭയങ്കര ഇതാണ്. നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, പിടിക്കുന്നു. നമുക്ക് പണിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ മെറ്റീരിയൽസും സാധനങ്ങളും ഒക്കെ ഉണ്ട്. ഞാനെല്ലാം ഒന്ന് ഓടിച്ച് കാണിക്കാം. ഓക്കെ, കയ്യുറകൾ, സേഫ്റ്റിക്ക് വേണ്ടിയൊക്കെ ആയിട്ടുള്ള കയ്യുറകളാണ് അതെല്ലാം. പെയിൻറ്റിങ്ങിൻ്റെ സാധനങ്ങളെല്ലാം ഉണ്ട്, കുറേ എല്ലാ ഐറ്റംസും ഉണ്ട്. ഞാൻ അങ്ങനെ പ്രത്യേകം എടുത്ത് പറയുന്നില്ല. മറ്റേ ഇത് കളർ പെയിൻറ്റുകൾ നമുക്ക് ഇൻസ്റ്റൻ്റായിട്ട് അടിക്കാൻ പറ്റുന്നത്. ബ്യൂട്ടി ഐറ്റംസാണ് മൊത്തം. ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഇലക്ട്രോണിക്സ് ഐറ്റംസിൻ്റെ ഒരു ബഹളം തന്നെ. സ്പീക്കർ, കീബോർഡ്, ചാർജർ, മൈക്ക്, അതുകൊണ്ട് എല്ലാ സാധനവും ഒരു ഒറ്റ കുടക്കീഴിൽ അവർ ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും വലിയൊരു ഉപകാരമാണ് ഈ കട. കാരണം എന്താവശ്യത്തിന് വന്നാലും നമുക്കത് കിട്ടാതെ ഇരിക്കത്തില്ല. അത്യാവശ്യം എല്ലാ കാര്യങ്ങളും അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പുറത്ത് ഇവിടെ സ്പീക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൾബ് സ്പീക്കറിന് 65-90 ഓഫറാണെന്ന് തോന്നുന്നു കേട്ടോ. നേരത്തെ 89 എല്ലാത്തിനും നല്ല ഓഫർ ഇട്ടിട്ടുണ്ട്. 159 ഇവിടെ കേട്ടോ. 169. ഈ വലിയ സ്പീക്കർ 169 രൂപയുള്ളൂ. ഇതിന് 159. ചെറിയ സ്പീക്കർ 8 യൂറോ മുതലുള്ളതുണ്ട്. 8 യൂറോ. ചാർജറുകൾ കൊള്ളാം. ഒരു അടിപൊളി കടയാണിത്. നമുക്കിവിടെ വേണമെങ്കിൽ ഫോണിൻ്റെ എന്തുവാ എന്നാ പറയുന്നത്, സ്ക്രാച്ചൊന്നും വീഴാതിരിക്കാൻ മറ്റേ ഗ്ലാസ് ഒക്കെ ഒട്ടിക്കാനായിട്ടുള്ള മെഷീനാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് പർച്ചേസ് കഴിഞ്ഞു. നമ്മൾ അനുവാദം ചോദിച്ചതും ഓക്കെ, കുഴപ്പമില്ല, വീഡിയോ പിടിച്ചോളാൻ പറഞ്ഞു. ഇത് അത്യാവശ്യം വലിയൊരു ചൈനക്കട കേട്ടോ. മലയാളികൾ എല്ലാവരും വരുന്നൊരു അടിപൊളി ഒരു ചൈനക്കടയാണ്. ഇവിടെ കിട്ടാത്തൊരു സാധനവുമില്ല. ചൈനീസ് ഐറ്റംസിൻ്റെ ഒരു ബഹളം തന്നെയാണ്. പിന്നെ ചൈന ഷോപ്പിൽ വേറെ എന്തോ കിട്ടുന്നതെന്ന് ചോദിക്കണ്ട. ഓക്കെ, ഉമ്മ പറഞ്ഞ കൂട്ടത്തിൽ അങ്ങ് പറഞ്ഞു നോക്കാം. നമ്മൾ പാത്രം മേടിക്കാൻ വന്നതല്ല കേട്ടോ. അപ്പുറത്താന്ന് തോന്നുന്നല്ലേ. ബോർഡ് ഞാൻ ഒരു ബോർഡ് മേടിച്ചതാണ്, പക്ഷെ അത് ചെറുതായിപ്പോയതല്ല, ചെറുതായിരുന്നു മേടിച്ചത്. ഇനിയിപ്പോൾ ഇതാ ഞാൻ മേടിച്ച ബോർഡ് മാട്ടോ. ഇവിടുത്തെ ഏറ്റവും വലിയ ബോർഡ് ഇതാണ്, മനസ്സിലായി. അത് കാര്യമില്ല. ഇത് ബോർഡായിരുന്നു. അയ്യോ, മേളിൽ ഇരിപ്പുണ്ടായിരുന്നു. ഷൂ ഞാൻ കണ്ടില്ല. അയ്യോ, എന്തായാലും ഇത് മേടിക്കാം. അതൊരു അബദ്ധം പറ്റുള്ളൂ. ഞാൻ കഴിഞ്ഞ ദിവസം വന്നിട്ട് ഈ ബോർഡാണ് മേടിച്ചത്. ഞാൻ ഒന്ന് മുകളിലോട്ട് നോക്കേണ്ടതായിരുന്നു. മാധവൻ കുട്ടി വേണം. ഓക്കെ ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ബോർഡ് മേടിക്കാം. ഒരുപാട് സാധനങ്ങൾ, നമുക്ക് ആവശ്യമുള്ള എന്ത് സാധനവും നമ്മളിവിടെ ഒന്നും കിട്ടാതിരിക്കത്തില്ല എന്ന് മനസ്സിലായി. പിള്ളേരുടെ ബുക്ക്, ഫയലുകൾ, ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ. അവിടെ ടോയ്സിൻ്റെ ഒരു വമ്പൻ കളക്ഷൻ തന്നെയാണ്. നമുക്ക് അവരെ വിളിച്ച് കാണിക്കാം, ഇതൊന്നും എടുത്തു തരാനായിട്ട്. കാരണം ടോപ്പിലായിട്ടിരിക്കുന്നത്. അപ്പം അവരാരെങ്കിലും വിളിക്കാം. ഈ പുള്ളിക്കാരൻ നമുക്ക് എപ്പോൾ വന്നാലും വലിയൊരു സഹായമാണ് പുള്ളി.
Ah, video. Sì, in YouTube. YouTube, Sì, bello. sì, sì. Ah, io famosa. Quale vuole? Questa? Sì. Questa è la lavagna, sì. Bella vuole per scrivere. Sì. Quanti quadrati ha? നമ്മൾ ബോർഡ് മേടിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിൻ്റെ പേനയും കാര്യങ്ങളൊക്കെ മേടിക്കണം ഏതാണ് അതിൻ്റെ പേന Questo. ആ ഓക്കെ അതെ Poi tu paesano pure guardare. Tutti sì 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 tutti monti Per rimuovere Sì. pugno. Pugno. Ok. ഓക്കെ അപ്പോൾ നമ്മൾ തേടി വന്ന സാധനം കിട്ടി Perché non vedo. ഓക്കെ അപ്പോൾ തേജുവിനും കൂടെ ഒരു ബുക്ക് എഴുതി പഠിക്കാനൊക്കെ ആയിട്ട് എഴുതി പഠിക്കാനല്ല കുത്തി വരയ്ക്കാനായിട്ടാണ് O vuole ആ liscio? അത് മതി ഒരു O vuole liscio? Liscio senza animare. ആ നോർമale Così verde? no questo basta Va bene basta così. A cominciare a studiare? Sì. Studiare italiano. scrivere solo lui Ok. Buono, buono. Ok. ഓക്കെ അപ്പോൾ നമുക്ക് ബില്ല് കൊടുത്തിട്ട് പയ്യെ ഇറങ്ങാം Siamo a Hava, senza la അപ്പോൾ നമ്മുടെ രാവിലത്തെ ഷോപ്പിംഗ് ഒക്കെ ഒന്ന് കഴിഞ്ഞു അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യുക നമ്മൾ കുറേ നാളുകളായി വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അതിൻ്റെയൊക്കെ ഒരു പറച്ചിലും കാര്യങ്ങളൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ഡിഫിക്കൽറ്റി വന്നു കഴിഞ്ഞാൽ ക്ഷമിക്കണം കേട്ടോ ഓക്കെ